കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി എങ്ങനെ ഒരു തുറപ്പിച്ചിട്ടാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം അതേ നെഗറ്റീവ് പബ്ലിസിറ്റി എങ്ങനെ ഒരാളുടെ ജീവിതം ഇല്ലാതാക്കി എന്നതിനെക്കുറിച്ചായിരുന്നു. എൻ്റെ പേര് സേതുലാൽ. വെൽക്കം ടു എലമെന്റ്സ് ഓഫ് കെയർ. ഒരു കാലത്ത് നമ്മൾ 4 ആളുകൾ നമ്മളെ അറിയപ്പെടണം എന്നുള്ളൊരു താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്തായിരുന്നു? ഒന്നെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലതായിട്ടുള്ള കാര്യം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പത്രത്തിലൂടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ടിവികളിലൂടെ സിനിമകളിലൂടെയൊക്കെ നമ്മൾ അറിയപ്പെടും. പക്ഷെ ഇന്ന് നമ്മളൊരു പ്രസക്തി അല്ലെങ്കിൽ നമ്മുടെ പ്രശസ്തി എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആകെ ഒരൊറ്റ ക്ലിക്കിൻ്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ഇന്ന് ഈ ലോകത്ത് മൊബൈൽ ഫോൺ ഉള്ളിടത്തോളം കാലം, സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് പ്രസക്തി നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊരു കാര്യം, ഇന്നത്തെ കാലത്ത് സ്വകാര്യത എന്ന് പറയുന്ന കാര്യം ആ ഒരു വാക്കിന് ശരിക്കും പറഞ്ഞ ഒരു മീനിങ് ഇല്ലാത്ത രീതിയിലേക്ക് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് നമുക്കിപ്പം ഒരു സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സുഖം, ദുഃഖം, സന്തോഷം, എന്ത് കാര്യങ്ങളായാലും ഇന്നെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വകാര്യത, എൻ്റെ പ്രൈവസി എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല എന്നാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നമ്മുടെ നമുക്ക് ചുറ്റിലും എന്ത് നടന്നു കഴിഞ്ഞാലും അത് ഓൺ ദി സ്പോട്ട് തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്ത് അതിലൊരു വൈറാലിറ്റി കണ്ടെത്തുക. അതായത് ഒരു സോഷ്യൽ മീഡിയ മൈൻഡ് സെറ്റ് വന്നെത്തിയതോട് കൂടിയിട്ട് നമുക്ക് പ്രൈവസി എന്നൊരു കാര്യം ഇല്ലാതായി. അതായത് നമ്മുടെ മുന്നിലൊരു അപകടം കാണുകയാണെങ്കിൽ ആ അപകടം സംഭവിച്ച ആളെ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മൾ മാന്യമായി ഹാൻഡിൽ ചെയ്യാതെ ആദ്യം നമ്മൾ ചെയ്യുന്ന മൊബൈൽ ഫോൺ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പകർന്നതിന് വേണ്ടിയിട്ട് അത് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്നൊരു സാഹചര്യം പലപ്പോഴും വന്നെത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നതോട് കൂടിയിട്ട് അത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത് കൂടിയിട്ട് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വിധികർത്താക്കളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. ജഡ്ജ് ചെയ്തോളും. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട ഉടൻ തന്നെ നമ്മളത് ജഡ്ജ് ചെയ്യുവാണ്, ഇത് എന്താണ്, എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ പിറകിലുള്ള കാര്യം എന്താണ്, സത്യാവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു ബസ്സിൽ വെച്ചിട്ടുണ്ടായ ഒരു വീഡിയോ ഷൂട്ടും അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു വ്യക്തി മരണമടഞ്ഞതും അതായത് ആത്മഹത്യയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. അത് എന്താണ് അതിന് പിന്നെയുള്ള ഒരു സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊരു കൃത്യമായിട്ട് ധാരണയില്ലാതെ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടാതെ തന്നെ നമ്മളത് ജഡ്ജ് ചെയ്ത് നമ്മളതിനെക്കുറിച്ച് ആളുകളിലേക്ക് അതിനെ കമൻറ്റ് ചെയ്തും അതുപോലെ തന്നെ അതിനെ ഷെയർ ചെയ്തൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റീച്ചിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും എന്നുള്ള സാഹചര്യത്തിൽ പലപ്പോഴും എത്തിയിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ യൂസേജ് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന രീതിയിലേക്ക് മൊത്തത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതിനെ ഡിജിറ്റൽ ലിഞ്ചിങ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യും, നമ്മളെക്കുറിച്ച് അല്ലാതെ വേറെ ആളെ കുറിച്ച് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് മറ്റൊരാളെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാതെ, അതായത് ഒരു പോസ്റ്റിൻ്റെ പിറകിൽ അതായത് ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിറകിൽ വേറൊരു ജീവിതം കൂടി ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കാതെയാണ് പോസ്റ്റുകൾ പലപ്പോഴും ഇടുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ മറ്റുള്ള ആളുകൾ അത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുന്നതിലൂടെ എൻഗേജ്മെൻറ്റ് കൂടുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അത് ആ ഒരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റിലും ഉണ്ടായിട്ടുള്ളതാണ് ഒരു വ്യക്തമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മളൊരു സോഷ്യൽ മീഡിയ പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മുന്നിലേക്കൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഷെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട്, നമ്മളത് ലൈക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ നമ്മളത് കമൻറ്റ് ചെയ്യുന്നത് വൾഗറിയായിട്ട് കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചിന്തിക്കുക. അതായത് ആ ഒരു പോസ്റ്റിന് പിറകിൽ മറ്റൊരു ജീവിതമുണ്ട്, മറ്റൊരു ആളിൻ്റെ ലൈഫ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ച് കഴിച്ചാൽ ഒരു പരിധി വരെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രശ്നം ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുരുഷ കമ്മീഷൻ സ്ത്രീ, ആ ഒരു സംഭവം നടന്ന സ്ത്രീക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. സോഷ്യൽ മീഡിയ എന്നൊരു കാര്യം ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെ മോശമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും വന്നിട്ടുണ്ട്. പ്രൈവസി ഒരു സാധനമില്ല. ഒരു കാലത്ത് നമ്മുടെ സന്തോഷം മാത്രം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു അതുപോലും അതിൻ്റെ ഒരു ചെറിയൊരു അണുകണി മാറ്റമില്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രൈവസി നമ്മൾ അവിടെ തന്നെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് പ്രൈവസി എന്നുള്ള സാധനം വന്നിട്ടില്ല ഈ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ സംസാരിക്കുന്നത്. അതായത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത്
നമ്മുടെ അവസ്ഥയിൽ മാത്രമല്ല, നമ്മുടെ ഇൻകേസ് നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നതല്ല, അതിന് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. ഇപ്പോൾ നമുക്കൊരു സ്ഥലത്തൊരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ചുറ്റുമുള്ള ആളുകൾക്ക് അവരോട് പറയാം, പോലീസിന്റെ നിയമങ്ങളുണ്ട്, അത്തരം കാര്യങ്ങളോട് തന്നെ കടന്നു പോയതിനു ശേഷം മാത്രം നിങ്ങൾക്ക് ആ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാം. അതായത് ഇന്ന് ഒരാൾ അപമാനിക്കപ്പെട്ടു എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അത് ആദ്യം സ്വയം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിലൊരു വിഷമം കണ്ടെത്തരുത്, നേരെ പോസ്റ്റ് ചെയ്യുക സോഷ്യൽ മീഡിയയിലേക്ക്. മൊത്തം നമ്മുടെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട് എന്ന കാര്യം. അപ്പം എന്തായാലും ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴായാലും അതിന് ചുറ്റിലും എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന കാര്യം, അത് ചെയ്യുന്നതിലൂടെ വേറെ ആർക്കെങ്കിലും ഹാമാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറ്റുമെങ്കിലും നോക്കുക, നിങ്ങൾക്ക് നല്ലതായിരിക്കും. മാത്രമല്ല അത്തരം സംഭവങ്ങൾ നിങ്ങളുടെ സ്വന്തം ലൈഫിൽ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത വീഡിയോ കാണുന്ന സൈനിങ് ഓഫ്. ബൈ.